മീഡിയ മാസ്റ്ററിയുടെ ഫിലിം മേക്കിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രെയിം റേറ്റ്. ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഒരു ക്ലിക്കിൽ ഒരു ഫോട്ടോ, അതായത് ഒരു ഫ്രെയിമാണ്. ഫിലിം മേക്കിങ്ങിൽ നമ്മൾ റെക്കോർഡ് ബട്ടൺ അമർത്തിയാൽ കിട്ടുന്നത് സീരീസ് ഓഫ് ഫ്രെയിംസ് ആണ്. അതായത് ഒരു ക്ലിക്കിൽ തന്നെ ഒരുപാട് ഫോട്ടോസ് കിട്ടും. ഒന്നിനു ശേഷം ഒന്നായിട്ട് നിശ്ചിത സ്പീഡിൽ നമ്മൾ കാണുമ്പോൾ വീഡിയോ ആയിട്ട് ഫീൽ ചെയ്യും. അതായത് മോഷൻ പിക്ചർ എന്ന് പറയാം. ഫിലിം മേക്കിങ്ങിൽ ഫ്രെയിം റേറ്റ് ഒരു പ്രധാന ഘടകമാണ്. കാരണം ഓരോ സെക്കൻഡ് വീഡിയോയിലും എത്ര ഫ്രെയിം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് നമ്മുടെ ഫൈനൽ വീഡിയോയെ ബാധിക്കുന്നുണ്ട്. നോർമലി ക്യാമറകളിൽ കാണുന്ന ഫ്രെയിം റേറ്റുകൾ 24, 25, 30 അപ് ടു 120. ഹയർ എൻഡ് ക്യാമറകളാണെങ്കിൽ ഇതിനു മുകളിൽ കാണാൻ പറ്റും. എന്നാൽ സ്മാർട്ട് ഫോണിൽ സാധാരണ 24, 30, 60 എന്ന് 3 ഫ്രെയിം റേറ്റ് ആണ് ഉണ്ടാവുക. എന്താണ് ഫ്രെയിം റേറ്റ് എന്നും അതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ഓഫ് ഹോളിവുഡ് ഫിലിംസ് എന്നത് 24 FPS ആണ്. അതായത് 24 ഫ്രെയിംസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 24 ഫ്രെയിംസ് ഉണ്ടെന്ന് അർത്ഥം. 24 FPS ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആവാൻ കാരണം നമ്മുടെ കണ്ണുകൾക്ക് ഏറ്റവും സുഗമമായി കാണാൻ കഴിയുന്ന സ്പീഡ് 24 FPS ആണെന്നാണ് പറയുന്നത്. അതിന് താഴെയുള്ള FPS കണ്ണിന് അസ്വസ്ഥത ഉണ്ടാക്കും. ഒരു സ്മൂത്ത് മോഷൻ അല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ഫ്രെയിമിന്റെ ഇടയിലും ഒരു വലിവ്, ഒരു പോസ് ഉള്ളത് പോലെ ഫീൽ ചെയ്യും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഫീലും ഉപയോഗിക്കാം. ഇനി ഹയർ ഫ്രെയിം റേറ്റിന്റെ ഗുണം സ്ലോ മോഷൻ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ്. ഒരു സെക്കൻഡിൽ 24 FPS എന്നത് നമ്മൾ 60 FPS ആക്കുമ്പോൾ ഓരോ സെക്കൻഡിലും 60 ഫ്രെയിംസ് ഉണ്ടാവും. അതായത് 2.5 ടൈംസ് മോർ ഫ്രെയിംസ്. അപ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് ഫൂട്ടേജ് എഡിറ്റിംഗിൽ നമുക്ക് 2.5 സെക്കൻഡ് വരെ സ്ലോ മോഷൻ ചെയ്യാൻ പറ്റും. അതായത് 60 FPS ഷൂട്ട് ചെയ്ത വീഡിയോ 40% വരെ നമുക്ക് സ്ലോ മോഷൻ ചെയ്യാം. 40% എന്ന് പറയാൻ കാരണം 60 FPSന്റെ 40% എന്ന് പറയുന്നത് 24 FPS ആണ്. അതിലേറെ സ്ലോ ആക്കി കഴിഞ്ഞാൽ നമുക്ക് 24 FPS കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോയുടെ സ്മൂത്ത്നെസ് നഷ്ടമാവും. ഇനി 25, 30 എന്നീ ഫ്രെയിം റേറ്റുകൾ കുറച്ചുകൂടി ക്രിസ്പി ആയിട്ടുള്ള ഫീൽ ആയിരിക്കും തരുന്നത്. അതായത് സിനിമാറ്റിക് ഫീലിൽ നിന്ന് മാറിയിട്ട് ഒരു വീഡിയോഗ്രാഫി ഫീലിലേക്ക് എത്തും. ഒരു മോഷൻ ബ്ലർ ഫീൽ ഉണ്ടാവില്ല എന്നർത്ഥം. നോർമലി നമ്മുടെ കണ്ണിന്റെ കാഴ്ചയിൽ ഒരു മോഷൻ ഫീൽ ഉണ്ട്. നിങ്ങളുടെ കൈ ഒന്ന് കണ്ണിന് മുന്നിലൂടെ ഇങ്ങനെ ചലിപ്പിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഒരു മോഷൻ ഫീലോട് കൂടെയാണ് നമ്മൾ നോർമൽ കാഴ്ച നമുക്ക് നൽകുന്നത്. അപ്പോൾ ഒരു സിനിമാറ്റിക് ഫീൽ കിട്ടാനും കണ്ണിന് ഏറ്റവും സുഗമമായി കാണാനും കഴിയുന്ന ഫ്രെയിം റേറ്റ് 24 ആണെന്ന് മനസ്സിലായില്ലേ? സ്ലോ മോഷൻ ചെയ്യാൻ പ്ലാനുള്ള വീഡിയോ ആണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഉയർന്ന ഫ്രെയിം റേറ്റിൽ തന്നെ ഷൂട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഷട്ടർ സ്പീഡ് എന്താണെന്ന് നോക്കാം.